അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ബീഫ് കറി കാര്യങ്ങളൊക്കെ വെക്കാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ബീഫ് കറി വെച്ച് നോക്കിയാലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. പൊറോട്ടക്കും നെയ്ച്ചോറിനൊക്കെ പറ്റിയൊരു നല്ലൊരു ബീഫ് കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതാ സവാളയും തക്കാളിയും ഒക്കെ ഞാൻ നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു കുക്കർ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം, ഉലുവ നോക്കിയിട്ടിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, അതിനുശേഷം ഉള്ളി നീളത്തിലായിട്ടത് കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. നല്ല രീതിയിൽ വഴഞ്ഞ് കിട്ടണം. ഏകദേശം വഴഞ്ഞൊരു പാകമായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കിയത് ഇട്ട് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ച തക്കാളി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് വറുത്ത മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അധികം കറക്കാണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആ ബീഫും ഈ മസാലയും കൂടി നല്ല രീതിയിൽ മിക്സായി വരണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലോണം വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി മുങ്ങുന്ന രീതിയിൽ. കാരണം ഉള്ളിൽ നിന്നുമൊക്കെ വെള്ളം വരും. അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് വിസിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മൾ ബീഫൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി നല്ലോണം മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കറി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ലാസ്റ്റ് കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നല്ലോണം തിളപ്പിച്ചെടുക്കുക.
ഇതേപോലെ നല്ലോണം തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ടക്കൊക്കെ ബെസ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. നെയ്ച്ചോറിനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇൻഷാ അല്ലാ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.